ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ വെറുതെ ഹോസ്റ്റലിൽ നിന്നൊരു പോവാണ് ഗൈസ്. നമ്മുടെ ഈ അക്കാദമിക് ഇയറിലെ നമുക്ക് അക്കാദമിക് ഇയർ ഇല്ല, ലാസ്റ്റത്തെ ഹോസ്റ്റലിനുള്ള പുറത്ത് പോക്ക് അത്രേ ഉള്ളൂ. ഇവരുണ്ട്, ഞാനുണ്ട്. അപ്പം പറഞ്ഞപ്പോൾ നമ്മൾ കോളേജെല്ലാം കഴിയണം, ഇനി ആകെ 1-2 ആഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ. എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ നിന്നൊരു പുറത്തുപോക്ക് ഉണ്ടാവുന്നതല്ല. അന്നേരം വടകരയ്ക്ക് പോയി വെച്ച് കിട്ടിയ ഓട്ടോയിൽ എല്ലാവരും കൂടെ കൊത്തി നിറച്ചങ്ങ് വടകരയ്ക്ക് കയറി. അങ്ങനെ നമ്മൾ അൺലിമിറ്റഡിലെത്തി. ഈ കടയിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡ്രസ്സും ഉണ്ടാവും. ഇവർ നോക്കുന്ന സമയം നമ്മളിതാ ബോറടിച്ചപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ജിംറൂണ് ഇതാ വലിയൊരു ലിസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മാത്രം സാധനം ഒന്നും വാങ്ങിയിട്ടില്ല, പക്ഷെ വലിയ ലിസ്റ്റ് തന്നെ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കിട്ടും. അന്നേരമാണ് ഇവർ പറഞ്ഞത് 1/2 മണിക്കൂർ കഴിയും മന്തി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ആണെങ്കിൽ മന്തിക്ക് കുതിച്ചും പോയി. അങ്ങനെ വെയിറ്റ് ചെയ്ത് പീപ്പൻ്റെ മുഖമെല്ലാം മാറി ഭദ്രകാളി ആവുന്നുണ്ട് ഓള്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മന്തി വന്ന് എത്രയോ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സാധനം ഇവിടെ എത്തുന്നത് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വന്നത് മൊണാലിസയിലേക്കാണ്. ഇത് ഫാൻസാണ്, ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും. ഫാൻസും കോസ്മെറ്റിക്സും റെന്റൽ ഐറ്റംസും ഒക്കെ ഉണ്ടാവും. ഇവരാണെങ്കിൽ ഒരു കട കയറി ഇറങ്ങൂല. അങ്ങനെ ഒരു വിധത്തിൽ സാധനം എല്ലാം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ കടേന്റെ തൊട്ടപ്പുറത്ത് കണ്ട കടയ്ക്കായിട്ട് 2-3 ഐസ് ഒരു ഫലോ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ കുറുന്തോടി ബസ് കയറി. ബസ്സിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിട്ട് ഇവിടെ എന്തെങ്കിലും മാങ്ങ പിടിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ഇവിടെ നിർത്തിയാലും കയ്യേന്തി മാങ്ങ പറിച്ചാണ്. അങ്ങനെ കുറുന്തോടി ഇറങ്ങി ഒരു പൈനാപ്പിൾ വാങ്ങി പിന്നെ നേരെ ഹോസ്റ്റലിലേക്ക്. സംഭവം ഒന്നുമില്ല, ഉച്ചയ്ക്ക് ഇറങ്ങി പുറത്ത് പോയി ഫുഡ് കഴിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക്.